Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU BTech 2024 സ്കീം മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് എ റിവിഷൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1-ലെ 6 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. First question, evaluate limit x tends to 3 root of x plus 1 minus 2 by x minus 3. ഇങ്ങനെ റൂട്ടിന്റെ ടേം ഒക്കെ ഈ ലിമിറ്റിന്റെ ഉള്ളിൽ വന്നാൽ ആ ടേമിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കോൺജുഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ടിന്റെ ടേം കഴിഞ്ഞിട്ടുള്ള -2 ആണല്ലോ, അപ്പോൾ അതിന്റെ +2 എഴുതിയിട്ട് ആ ടേമിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 3 root of x plus 1 minus 2 by x minus 3 into root of x plus 1 plus 2 divided by root of x plus 1 plus 2. അപ്പോൾ ന്യൂമറേറ്റർ എന്തായി മാറും? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ a എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1, അതിന്റെ സ്ക്വയർ പറഞ്ഞാൽ എക്സ് പ്ലസ് 1 തന്നെ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4. എക്സ് പ്ലസ് 1 മൈനസ് 4 എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ആവും. ഈ എക്സ് മൈനസ് 3യും ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 3യും ക്യാൻസൽ ആയിട്ട് നമ്മുടെ ലിമിറ്റ് എന്തായി മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് 2. ഇനി എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 3 പ്ലസ് 1 4 റൂട്ട് 4 ഈക്വൽ ടു 2 2 പ്ലസ് 2 4 1/4 ആണ് ഈ ലിമിറ്റിന്റെ ആൻസർ. നെക്സ്റ്റ്, അറ്റ് വാട്ട് പോയിന്റ്സ് ആർ ദ ഫോളോയിങ് ഫംഗ്ഷൻ y ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 പ്ലസ് സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 പ്ലസ് സൈൻ എക്സ്. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, മോഡ് എക്സ് മൈനസ് 1ഉം സൈൻ എക്സും. ഈ മോഡ് എക്സ് മൈനസ് 1 എവരിവെയർ കണ്ടിന്യൂസ് ആണ്. സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതും എവരിവെയർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയ സ്ഥിതിക്ക് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓൾ വാല്യൂസ് ഓൾ റിയൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആയ കാരണം ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ദിസ് ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് 1. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/x പ്ലസ് 1. അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ആൻസർ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 1/x പ്ലസ് 1. അതായത് ഇവിടെ നമുക്ക് 1/xന്റെ എന്ന് പറഞ്ഞാൽ 1/x സ്ക്വയർ ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് മൈനസ് 1/x പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഇവിടെ -1 ഏതാ വിട്ടുപോയിട്ടുണ്ട്. -1/x സ്ക്വയർ ആണ്, വെറും 1/x സ്ക്വയർ അല്ല. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് -1/x പ്ലസ് 1 ഹോൾ സ്ക്വയർ. നമുക്കറിയാം പവർ റൂൾ എന്താണ്? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു ടാൻ ഓഫ് 5 മൈനസ് സൈൻ 2x. y എന്ന് പറയുന്നത് ടാൻ ഓഫ് 5 സൈൻ മൈനസ് സൈൻ 2x ആണ്. നമുക്ക് let's put t equal to 5 minus sin 2x. അപ്പോൾ y dash എന്താവും? sec square t into t dash. t dash എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് 5 മൈനസ് സൈൻ 2x. 5ന്റെ ഡെറിവേറ്റീവ് 0, സൈൻ 2xന്റെ ഡെറിവേറ്റീവ് 2 cos 2x ആണ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ള കാരണം -2 cos 2x. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ y dash എന്ന് പറഞ്ഞാൽ sec square into t. sec square 5 minus sin 2x into t dash -2 cos 2x. അതിനെ ഓർഡറിൽ എഴുതിയാൽ -2 cos 2x into sec square 5 minus sin 2x ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീനിയറൈസ് f of x equal to x square plus 2x at x equal to 0.1. ഒരു ഫംഗ്ഷനെ ലീനിയറൈസ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ L of x equal to f of a plus f dash of a into x minus a ആണ്. ഇവിടെ a എന്ന് തന്നിരിക്കുന്നത് 0.1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ്. അതിൽ ഈ 0.1ലുള്ള വാല്യൂ ആണ്. എഫ് ഓഫ് 0.1 ഈക്വൽ ടു 0.1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.1, ദാറ്റ് ഈസ് 0.21 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 2x പ്ലസ് 2. അതിന് എഫ് ഡാഷ് അറ്റ് 0.1 എന്ത് വരും? 2 ഇൻറ്റു 0.1 പ്ലസ് 2, ദാറ്റ് ഈസ് 2.2. അപ്പോൾ ലീനിയറൈസേഷൻ ഫോർമുല വെച്ച് L of x എന്ന് പറഞ്ഞാൽ f of a, that is 0.21 plus f dash of a, 2.2 into x minus a, x minus 0.1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2.2 x minus 0.01 ആണ് ലീനിയറൈസേഷൻ ഫോർമുല പ്രകാരം അതിന്റെ ആൻസർ. Use implicit differentiation to find dy by dx in x cube plus y cube equal to 18xy. രണ്ട് സൈഡും ഡിഫറൻഷിയേഷൻ നടത്തുക. ബോത്ത് സൈഡ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ,
y ക്യൂബിൻ്റെത് 3y² ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു 18 എക്സ് വൈനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു dy ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. ഇനി dy ബൈ ഡി എക്സിൻ്റെ ക്ലബ് ചെയ്താൽ 3y² മൈനസ് 18x ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു 18y മൈനസ് 3x². Then dy by dx equal to 18y minus 3x² divided by 3y² minus 18x. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 3 ഔട്ട്സൈഡ് എടുത്താൽ ക്യാൻസൽ ആയ dy by dx equal to 6y minus x² divided by y² minus 6x. The answer കിട്ടും. Okay. Find the equations of the tangent and normal lines to the curve y equal to x² at the point 1, 1. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്, ടാൻജന്റിന്റെ ഇക്വേഷനും കാണണം, നോർമൽ ലൈൻസിന്റെ ഇക്വേഷനും കാണണം. ഏതിനെ, ടു ദ y ഈക്വൽ ടു x² എന്ന് പറയുന്ന കർവിലേക്ക് വരുന്ന ടാൻജന്റിന്റെയും നോർമൽ ലൈൻസിന്റെ ഇക്വേഷൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് ഗിവൺ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് y ഡാഷ് കണ്ടാൽ മതി. y എന്ന് പറയുന്നത് x² ആണ്, y ഡാഷ് 2x ആണ്. അറ്റ് ദ പോയിന്റ് 1, 1 അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, 2 into 1, ദാറ്റ് ഈസ് 2 ആയിരിക്കും ആ ടാൻജന്റിന്റെ സ്ലോപ്പ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ്. ഇവിടെ x1 ഉം y1 1 ആണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഈസ് y മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു x മൈനസ് 1. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y ഈക്വൽ ടു 2x മൈനസ് 1 വരും. ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ. ഇനി ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, നോർമൽ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റെസിപ്രോക്കൽ ഓഫ് ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് 2 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, മൈനസ് 1/2 ആയിരിക്കും. ഇനി ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ എന്താണ്, സെയിം ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. m എന്ന് പറഞ്ഞാൽ മൈനസ് 1/2, x1 y1 1 ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ y ഈക്വൽ ടു മൈനസ് 1/2x പ്ലസ് 3/2 ആൻസർ കിട്ടും. ഓക്കെ. Determine the concavity of f of x equal to minus 2x cube plus 6x² minus 3. കോൺകേവിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ദാറ്റ് ഈസ് 2x³ മൈനസ് 2x³ പ്ലസ് 6x² മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് 6x² പ്ലസ് 12x. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് 12x പ്ലസ് 12 വരും. സെറ്റ് f ഡബിൾ ഡാഷ് ഓഫ് x ഈക്വൽ ടു 0. നമുക്ക് സൈൻ നോക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ x എന്ന് പറയുന്നത് എന്ത് വരും, 1. ഓക്കെ. ഇനി ഈ വാല്യൂവിനെ മൈനസ് ഇൻഫിനിറ്റി ടു 1ലുള്ള ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂവിൽ ഈ ഫംഗ്ഷന്റെ f ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ x ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, f ഡബിൾ ഡാഷ് ഓഫ് x, എക്സിന് 0 കൊടുത്താൽ നമുക്ക് 12 ആണ് വരിക, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു 1. ഓക്കെ. ഇനി നമുക്ക് 1 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി, പ്ലസ് ഇൻഫിനിറ്റിയുടെ ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് 2 എന്ത് വന്നു, മൈനസ് 12x എന്നുള്ളടുത്ത് മൈനസ് 12 ഇൻറ്റു 2 പ്ലസ് 12, ദാറ്റ് ഈസ് മൈനസ് 12 വന്നു, വിച്ച് ഈസ് ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺകേവ് ഡൗൺ ഓൺ 1 ടു ഇൻഫിനിറ്റി. That is, the given function is concave up on minus infinity to 1 and concave down on 1 to infinity. Okay. ഇതോടുകൂടി മൊഡ്യൂൾ 1ലെ ഗ്രൂപ്പ് എക്കാരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.